നമസ്കാരം. ഈ സർക്കാർ സേവകത്തിൻ്റെ പരിധിയും കാലയളവും കഴിയുമ്പോൾ ചിലർക്ക് കണ്ണുകൾ സ്വയം തുറക്കും. ഇന്നിവിടെ പറയുന്നത് കാക്കിയുടെ കസേര ഒഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു അയൺ ലേഡിക്ക് കണ്ണുകൾ അമിതമായി തുറന്നു പോകുന്നതിൻ്റെ ഒരു കഥയാണ്. പണ്ട് സർവീസിൽ ഇരുന്നപ്പോൾ അയൺ ലേഡി എന്ന് അറിയപ്പെട്ടിരുന്ന നമ്മുടെ മുൻ DGP ശ്രീലേഖാമ്മയുടെ കാര്യത്തിലൂടെ ഈ എപ്പിസോഡ് തുടങ്ങുകയാണ്. എന്തിനും ഏതിനും ഒരു തുടക്കശ്രീ തന്നെ വേണമല്ലോ, അല്ലേ? ഈ വിരമിക്കൽ എന്നത് വെറുമൊരു ചടങ്ങല്ല, അതൊരു ബോധോദയമാണെന്ന് കേരളം മനസ്സിലാക്കിയത് പഴയ ആ IPS അമ്മയുടെ ഇപ്പോഴത്തെ പുതിയ വ്ലോഗ് കണ്ടപ്പോഴാണ്. പഴയ പോലീസ് ഡിറ്റക്റ്റീവ് യൂണിഫോം ഊരി അലമാരയിൽ വെച്ച് പിറ്റേ ദിവസം മുതൽ ശ്രീലേഖ R എന്നത് ശ്രീലേഖ ആരോ ആയി മാറിക്കഴിഞ്ഞു എന്നാണ് വെളിപ്പെടുത്തൽ. തുടർന്നാണ് ഈ വെളിപ്പെടുത്തൽ മഹാമഹം എന്ന അസ്കിതയുടെ ആരംഭവും. സർവീസിലിരുന്ന 30 വർഷക്കാലം കണ്ണടച്ചിരുട്ടാക്കിയ പല കാര്യങ്ങളും ഇപ്പോൾ HD ക്വാളിറ്റിയിൽ ആ അമ്മയുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പോലീസുകാർ ചെയ്യുന്നതൊക്കെ പുല്ലാണെന്നും പോലീസുകാർ വെറും പുല്ലന്മാരാണെന്നും തോന്നി തുടങ്ങിയിടത്ത് വരെ പഴയ DGP എത്തിക്കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അസ്കിത മൂർച്ഛിച്ചത് പഴയ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങി കോർപ്പറേഷനിലെ ഈസി ചെയറിൽ ഇരുന്നപ്പോഴാണോ എന്ന് സാമാന്യ ജനത്തിന് സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അന്ന് ക്രമസമാധാനത്തിന്റെ കാവലാളായിരുന്നപ്പോൾ കാണാത്ത നീതികേടുകൾ ഇന്ന് ചാനൽ ചർച്ചകളിലും ബ്ലോഗുകളിലും ഇൻസ്റ്റന്റ് നൂഡിൽസ് പോലെ അവർ വിളമ്പുകയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലേ, കേൾക്കുന്നുമുണ്ട്. കേസ് ഡയറികൾ വായിക്കുന്നതിനേക്കാൾ ആവേശം ഇപ്പോൾ കമന്റ് ബോക്സ് വായിക്കുന്നവരാണെന്നാണ് പറയുന്നതിന്റെ ഒരു ചുരുക്കം. ഇനി കുറ്റവാളികൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിലും കൂടെ ജോലി ചെയ്തവരെ നാറ്റിക്കുന്നതിലും കാണിക്കുന്ന ഈ ഒരു സ്പിരിറ്റ് പണ്ട് സർവീസിലുള്ളപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കേരളം എപ്പോഴേ സ്വർഗമായേനെ എന്നാണ് സാമാന്യ ജനം കരുതുന്നത്. പോടാ പുല്ലേ പോലീസേ എന്ന് സാധാരണക്കാരൻ വിളിക്കുന്നത് പോലീസിന്റെ ധാർഷ്ട്യം, ദേഷ്യം, അമിതാവേശം ഒക്കെ കാണുമ്പോഴാണ്, അല്ലേ? എന്നാൽ മുൻ DGP തന്നെ സേനയെ ഇങ്ങനെ ഓരോന്നു പറഞ്ഞു വെളുപ്പിക്കുമ്പോൾ അതോ ഇരട്ടാക്കലോ എന്ന സംശയവും എനിക്ക് ലേശമില്ലാതില്ല കേട്ടോ. പാവം പോലീസ് സേന ആകെ കൺഫ്യൂഷനിലാണ് എന്ന് പറയാതെ വയ്യ. സ്വന്തം വകുപ്പിനെ കുറിച്ച് ഇവർ ഇങ്ങനെ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് നടത്തുമ്പോൾ അന്ന് നിങ്ങളല്ലേ മാഡം ഞങ്ങളുടെ ബോസ് എന്ന് താഴേക്കിടയിലുള്ള പോലീസുകാർ ചോദിച്ചാൽ അതിന് ഒരു മറുപടി വ്ലോഗ് വരാൻ ഇനി സാധ്യതയില്ലാതില്ല. അധികാരത്തിന്റെ കസേരയിൽ പശയിട്ട് ഇരുന്ന 30 വർഷം കാണാത്ത നീതി ഇപ്പൊ പെൻഷൻ പൈസ എണ്ണുന്നതിനിടയിൽ പെട്ടെന്നൊരു വെളിപാടായി തെളിയുന്നത് കാണുമ്പോൾ അന്തം വിടാത്തരായി അധികം ആരും ഒന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെയിൽ DGP ആയിരുന്ന കാലത്ത് പ്രമുഖരായ പ്രതികൾക്ക് ജയിലിനുള്ളിൽ 5 സ്റ്റാർ സൗകര്യങ്ങൾ ലഭിച്ചപ്പോൾ ആ അമ്മയ്ക്കത് മാനുഷിക പരിഗണനയായിരുന്നു. അന്ന് നിയമപുസ്തകം നോക്കി കണ്ണടച്ചിരുന്നവർ ഇന്ന് വിരമിക്കലിന്റെ ഏകാന്തതയിൽ പഴയ ഫയലുകൾ പൊടിതട്ടിയെടുത്ത് പാവം പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് വിതരണം ചെയ്യുകയാണ്. ഇനി സർവീസിലിരിക്കുമ്പോൾ അയൺ ലേഡി ആയിരുന്നവർ ഇന്ന് ഗ്ലാസ് ലേഡിയെ പോലെ സുതാര്യമാവുകയാണ് എന്നും വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. എന്തായാലും എല്ലാ രഹസ്യങ്ങളും ബ്ലോഗിലൂടെ ഒഴുകി വരുന്നുണ്ട്. നമ്മുടെ തച്ചങ്കരിയുമായിട്ടുള്ള പഴയ മൂപ്പളമ തർക്കങ്ങളും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്നപ്പോൾ കാണിച്ച കാർക്കശ്യങ്ങളും ഒന്നും കേരളീയ സമൂഹം മറന്നിട്ടുണ്ടാവില്ല. അന്ന് യൂണിഫോമിന്റെ ബലത്തിൽ കാണിച്ച ആവേശമൊന്നും സ്വന്തം വകുപ്പിലെ നീതികേടുകൾക്കെതിരെ ഉണ്ടായിരുന്നില്ല എന്നത് ഒരു ചെറിയ മറവി മാത്രമായിരിക്കാമെന്ന് നമുക്ക് അങ്ങോട്ട് ആശ്വസിച്ച് മുന്നോട്ട് പോകാം. ഇനി യൂണിഫോം അലമാരിയിൽ വെച്ചതോടെ പണ്ട് താൻ തന്നെ നേതൃത്വം നൽകിയ സേനയെ പുല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ആ IPS അമ്മ കാണിക്കുന്ന ആ ഒരു തന്റെ ഇടമുണ്ടല്ലോ, അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാതെ തരവില്ല. യൂട്യൂബിലെ ജസ്റ്റിസ് ലീഗിലൂടെ പോലീസ് സേനയെ മൊത്തം കുറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾ പ്രഹസനങ്ങളെന്ന് വേണമെങ്കിൽ അല്പം കൂടി കടത്തി പറയാം. കാണുമ്പോൾ തോന്നും ഈ 30 വർഷം ശ്രീലേഖാമ്മ നിക്കോബാറിലോ അതോ ഇനി അങ്ങ് നോർത്ത് ഈസ്റ്റിലോ മറ്റോ ആയിരുന്നോ ജോലി ചെയ്തിരുന്നതെന്ന്. പോലീസ് അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച കേസുകളുടെ യൂട്യൂബ് കോടതിയിൽ പുനർവിചാരണ ചെയ്യുമ്പോൾ അന്നത്തെ DGPയേക്കാൾ വലിയ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ക്രിമിനൽ ബുദ്ധി എത്ര വിദഗ്ധമായി അത് ഇന്നത്തെ വ്ളോഗർ മാറ്റിയെടുക്കുന്നു, അല്ലേ? എന്താ കഥ? പോടാ പുല്ലേ പോലീസേ എന്ന് പണ്ട് ജനങ്ങൾ വിളിക്കുമ്പോൾ കേസെടുത്തിരുന്നവർ ഇന്ന് സ്വന്തം ആപ്പീസിനെ നോക്കി അത് വിളിച്ചു പറയുകയാണ്. അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണത്രേ. അധികാരത്തിരുന്നപ്പോൾ നാവിറങ്ങിപ്പോയവർക്ക് വിരമിച്ച ശേഷം വായ്ത്താരി കൂടുന്നത് കേരളത്തിൽ ഒരു പ്രത്യേക കാലാവസ്ഥ പ്രതിഭാസമായി കൂടി നമുക്ക് അങ്ങോട്ട് കാണേണ്ടി വരും. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. സർവീസിൽ ഇരുന്നപ്പോൾ ശരിയായി പണിയെടുക്കാത്തവർ വിരമിച്ച ശേഷം പഴയ പണികൾ വെളുപ്പിക്കുവാൻ ഇറങ്ങുന്ന ഈ ഒരു കാഴ്ചയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ തമാശ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. ഒരു ഗുണപാഠം കൂടി അങ്ങോട്ട് പറഞ്ഞു നിർത്തിയേക്കാം. അധികാരത്തിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുക, ഇറങ്ങിക്കഴിയുമ്പോൾ മാലപ്പടക്കം പോലെ പൊട്ടിക്കുക. ഇതാണ് പുതിയ കാലത്തെ സിവിൽ സർവീസ് തത്വം അഥവാ തന്ത്രം. ഇനി വരും ദിവസങ്ങളിൽ ഏതൊക്കെ സത്യങ്ങൾ പുറത്തു വരുമെന്നറിയാൻ നമുക്ക് ശ്രീലേഖയുടെ ചാനൽ ബെല്ലൈക്കൺ അമർത്തി കാത്തിരിക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ഇനി വേറൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.
വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.